കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തങ്കം പറയുന്നത് കേട്ട ഗോപാലൻ ചോദിക്കണേ, അല്ല സിദ്ധാരാമേട്ടാണോ സാറിൻ്റെ ഭാര്യ? അതെ. അപ്പോൾ സാറിൻ്റെ പേര് ശ്രീനിവാസ് എന്നാണോ? എൻ്റെ ഔദ്യോഗികമായ പേര് ശ്രീനിവാസ് എന്നാണ്. ഇവിടുത്തെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അനിയൻ സാറെന്ന് വിളിക്കും. ആ പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എൻ്റെ ജീവിതകഥ, അതിലെ ശാന്തിനെ കുറിച്ച് പറഞ്ഞില്ലേ? ആ പറഞ്ഞ ശാന്തിയാണ് ഇപ്പം നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ നിൽക്കുന്നത്. എൻ്റെ കുഞ്ഞിനെ സുരക്ഷിതമായിട്ട് ഞാൻ ഏൽപ്പിച്ച ശാന്തി. എവിടെയാണ് ശാന്തി? എവിടെയാണ് എൻ്റെ മോള്? അവൾ കാരണ ഇത്രയും നാളും ഞാൻ അലഞ്ഞത്. പല സ്ഥലത്തും നിങ്ങളെ തേടി ഞാൻ അലഞ്ഞു. അവസാനം നീ എൻ്റെ കൺമുമ്പിലെത്തിയല്ലോ. എൻ്റെ മോളെവിടെയാ? അന്നേരം ശാന്തി പറയണേ, സാറ് എൻ്റെ കയ്യിൽ ആ ചോരത്തിളപ്പുള്ള കുഞ്ഞിനെ വെച്ച് തന്നില്ലേ? അന്നേരം എൻ്റെ പിന്നാലെ ആരോഗ്യം ഉണ്ടായിരുന്നു. ആരാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. അവരുടെ എല്ലാം കണ്ണിൽ നിന്ന് ആ കുഞ്ഞിനെ രക്ഷിക്കാൻ ഞാൻ ഒരുപാട് ഓടി. പിന്നെ സിറ്റിയിൽ നിൽക്കുന്നത് പന്തിയല്ലെന്ന് മനസ്സിലാക്കി ഏതോ പേരറിയാത്തൊരു ഗ്രാമത്തിലേക്ക് പോയി. അവിടെ എന്നെ സാറിൻ്റെ മോളെ കണ്ടവർ ഞങ്ങൾ അമ്മയും മോളുവാണെന്ന് വിചാരിച്ചു. പിന്നീട് അവിടെയായിരുന്നു താമസം. സാറിപ്പോൾ ചോദിച്ചല്ലോ സാറിൻ്റെ മോൾ എവിടെയാണെന്ന്. ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരുന്നത്. എന്നെങ്കിലും സാറിൻ്റെ മോളെ ഇതുപോലെ കൺമുമ്പിൽ നിർത്തിയിട്ട് ദേ നിൽക്കുന്നു. സാറിനെ വളർത്താൻ ഏൽപ്പിച്ച സാറിൻ്റെ പൊന്നുമോളെ എന്ന് പറഞ്ഞ് സാറിനെ ഏൽപ്പിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അത് നടത്തുന്നതിന് മുമ്പ് തന്നെ സാറായിട്ട് തന്നെ അവളെ കണ്ടെത്തിയില്ലേ? കണ്ടെത്തി ചേർത്ത് പിടിച്ച് സ്നേഹിച്ചില്ലേ? അന്നേരം ശ്രീനിവാസാണെങ്കിൽ ശാന്തയുടെ വാക്കുകളെല്ലാം കേട്ട് ഒന്നും മനസ്സിലാവാതെ നിൽക്കുവാണ്. ഈ സമയം കൃഷ്ണയെ അരികിലേക്ക് വിളിച്ചിട്ട് കൃഷ്ണയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയണേ, ദേ നിൽക്കുന്നു സാർ ഇത്രയും നാളെ കാണാൻ കൊതിച്ച സാറിൻ്റെ മോള്, എന്നെ ഏൽപ്പിച്ച സാറിൻ്റെ സ്വന്തം മോള്. ഇവളെ ഞാൻ തിരികെ ഏൽപ്പിക്കുവാണ്. അങ്ങനെ പറഞ്ഞ കൃഷ്ണയെ ശ്രീനിവാസിൻ്റെ മുമ്പിലേക്ക് പിടിച്ച് നിർത്തുവാണ്. അന്നേരം കൃഷ്ണയാണ് തൻ്റെ മോളെന്നറിഞ്ഞതും ഒത്തിരി സന്തോഷത്തോടെ വിശ്വസിക്കാനാവാതെ കൃഷ്ണയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുവാണ്ടോ ശ്രീനിവാസ്. അന്നേരം കൃഷ്ണയും സന്തോഷവും സങ്കടമൊക്കെ കൊണ്ട് കണ്ണുകൾ നിറഞ്ഞ് അച്ഛനെ കെട്ടിപ്പിടിക്കുവാണ്. അച്ഛ എന്നും പറഞ്ഞ് സ്നേഹത്തോടെ വിളിക്കുവാണ്. ഈ സമയം മോളെ എന്നും പറഞ്ഞ് കൃഷ്ണയെ ചേർത്ത് പിടിക്കുവാണ് ശ്രീനിവാസ്. അതെല്ലാം കണ്ട് ഒത്തിരി സന്തോഷത്തോടെ നിൽക്കുവാണ് കേട്ടോ തങ്കവും ഗോപാലനും എല്ലാവരും. അവസാനം എൻ്റെ മോളെ എൻ്റെ കൺമുമ്പിൽ കാണിച്ചു തന്നല്ലോ. മോളെ നിന്നെ നേരം ആദ്യം കണ്ടപ്പോൾ തന്നെ അച്ഛനെ തിരിച്ചറിയാൻ പറ്റാതെ പോയല്ലോ. നീ എൻ്റേതാണെന്ന്, എൻ്റെ പൊന്നുമോളാണെന്ന് എന്നും പറഞ്ഞ് സങ്കടത്തോടെ നിൽക്കുവാണ്ടോ ശ്രീനിവാസ്. ഈ സമയം സുനന്ദ ചോദിക്കുന്നുണ്ട്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ സിത്താരമ്മയോടാണല്ലേ കൃഷ്ണയുടെ യഥാർത്ഥ അമ്മ? അത് കേൾക്കുന്നതും കൃഷ്ണ ഒന്ന് ഷോക്കാകുവാണ്. അമ്മേ എന്നും പറഞ്ഞ് തങ്കത്തെ നോക്കുവാണ്. അന്നേരം തങ്കം പറയണേ, ചില രഹസ്യങ്ങൾ മനസ്സിൽ തന്നെ എല്ലാ കാലത്തും മൂടി വെക്കണമെന്ന് വിചാരിക്കും. ഒരിക്കലും നമ്മൾ ഇഷ്ടപ്പെട്ടരുത് അറിയരുതെന്ന് ആഗ്രഹിച്ചു പോകും. പക്ഷേ സത്യം അതാണല്ലോ, ഒരിക്കലത് അറിഞ്ഞല്ലേ പറ്റൂ. അന്നേരം മോളിക്കിട്ട് പറയണേ, എന്താണെങ്കിലും ഇത് വല്ലാത്തൊരു സർപ്രൈസ് തന്നെയായിപ്പോയി, ഒട്ടും പ്രതീക്ഷിച്ചില്ല. അന്നേരം ഗോപാലൻ പറയണേ, മോളെ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ കേട്ടു. ഇപ്പോഴാ മനസ്സ് നിറക്കുന്നൊരു കാഴ്ചയും. ഇന്നത്തെ ദിവസം എന്തുകൊണ്ടും വളരെ സ്പെഷ്യൽ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് അധികം വൈകിക്കാതെ മോളുടെ പിറന്നാളും ഈ സന്തോഷ നിമിഷത്തിൽ തന്നെ ആഘോഷിക്കാം. ഇനി കേക്ക് മുറിക്കാൻ അധികം വൈകിപ്പിക്കേണ്ട. അച്ഛനും മോളും കൂടി ഒന്നിച്ച് തന്നെ വാ. സാറേ വേഗം വാ, മോളെയും കുട്ടി വേഗം വാ, നമുക്ക് ഒന്നിച്ച് കേക്ക് മുറിക്കാം. അങ്ങനെ പറഞ്ഞ ശ്രീനിവാസിനെയും കുട്ടി അവരെല്ലാവരും അകത്തേക്ക് പോകുവാണ്. ഈ സമയം നവീനാണെങ്കിൽ അവിടെ ആകെ ദേഷ്യത്തിൽ ഭ്രാന്തെടുത്തിരിക്കുവാണ് കേട്ടോ. അന്നേരം സുമിത്ര നവീനോട് പറയണേ, മോനെ നവീനെ, ഇപ്പോൾ ഗാതമോൾ ചിലപ്പോൾ ഓക്കെ ആയിട്ടുണ്ടാവും. നമുക്ക് പോയി ഗാതമോൾ വിളിച്ചുകൊണ്ട് വരാം. കേക്ക് മുറിക്കണ്ടേ? ഇനി എന്തിനാ അതൊരു ചടങ്ങായിട്ട് നടത്തുന്നത്? ഒരാവശ്യമില്ല. ഒന്നും വേണ്ടായിരുന്നു. എല്ലാവരുടെ മുമ്പിൽ അയാളെ നാണം കെടുത്തിയില്ലേ? നമ്മളാരും കാണാത്ത പാമ്പിനെ അയാൾ മാത്രം കണ്ടു. എത്ര നാളായി ഇതൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ടും. മോനെ നീ ഇങ്ങനെയൊന്നും പറയല്ലേ. പിന്നെ ഞാൻ എങ്ങനെ പറയണം? സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? മാണിക്കുഞ്ഞ് ഇതെല്ലായിടത്തും അഴിച്ചു മാറ്റിടോ. ഇനി ഇവിടെ ഒരാഘോഷവും വേണ്ട. അങ്ങനെ പറഞ്ഞ് നവീൻ എണീറ്റ് പോകുവാണ്. പിന്നാലെ തന്നെ സുമിത്രയും പോകുവാണ് കേട്ടോ. ഇതെല്ലാം കണ്ട് സന്തോഷിച്ച് മനസ്സ് നിറഞ്ഞ് നിൽക്കുവാണ് നിർമ്മലയും കീർത്തിയും ഉദയനും ഒക്കെ. നിർമ്മല പറയണേ, കണ്ടില്ലേ മോളെ, നമ്മളായിട്ട് ഒന്നും ചെയ്യാത്തത് എത്ര നന്നായി. നമ്മളായിട്ട് ഒന്നും ചെയ്യാതെ തന്നെ ഈ ബർത്ത്ഡേ പാർട്ടി അലങ്കോലമായില്ലേ? അന്നേരം ഉദയം പറയണേ, അത് ശരിയാ, ഇനി നമ്മളെന്തെങ്കിലും ചെയ്തിരുന്നെങ്കിലേ എല്ലാവരും കൂടി നമ്മുടെ തല തന്നെ വന്നാനേ. ഈ സമയം കീർത്തി പറയണേ, എന്താണെങ്കിലും നവീൻ നല്ല ദേഷ്യത്തിൽ തന്നെ. മിക്കവാറും അവൾ ഇവിടെ നിന്ന് നവീനായിട്ട് തന്നെ അടിച്ച് പുറത്തിറക്കാൻ സാധ്യതയുണ്ട്. അത്രയ്ക്ക് നവീൻ എല്ലാവരുടെയും മുമ്പിൽ നാണം കിട്ടില്ലേ? അവൾ നാണം കെടുത്തിയില്ലേ? നവീൻ നമ്മളെ വെച്ചേക്കില്ലമ്മേ. അന്നേരം നിർമ്മല പറയുന്നുണ്ട്, എന്താണെങ്കിലും ഗാതയും കൂട്ടി സിത്താരയോടെ നിന്ന് പോകുന്നതിന് മുമ്പ് നവീൻ്റെ കയ്യിൽ നിന്ന് ഒരു ബോംബ് കൂടി പൊട്ടാൻ സാധ്യതയുണ്ട്. നീ നോക്കിക്കോ, നമുക്കെന്താണെങ്കിലും അതെല്ലാം കണ്ട് സന്തോഷിച്ചിരിക്കാം. പിന്നീട് കാണിക്കുന്നത് കൃഷ്ണ അവിടെ കേക്ക് മുറിക്കുന്നതാണ് കേട്ടോ. ഈ സമയം ശ്രീനിവാസും തങ്കവും അവരെല്ലാവരും കൂടി ചേർന്ന് കേക്കൊക്കെ റെഡിയാക്കുന്നുണ്ട്. അന്നേരം മോളിക്കിട്ട് പറയണേ, എന്താണെങ്കിലും എൻ്റെ ജീവിതത്തിൽ തന്നെ ഇതൊരു അപ്രതീക്ഷിത സംഭവം, ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളല്ലേ ഇന്ന് സംഭവിച്ചത്. അന്നേരം ശ്രീനിവാസ് പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിലെ പല കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അതുപോലെ ഞാൻ പ്രതീക്ഷിച്ചൊരു കാര്യം ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് എൻ്റെ മോളുടെ രൂപത്തിൽ എൻ്റെ മുമ്പിൽ വന്നില്ലേ? ഞാനിന്ന് ഒത്തിരി സന്തോഷത്തിലാണ്. അങ്ങനെ കൃഷ്ണ കേക്കൊക്കെ മുറിക്കുന്നുണ്ട്. കേക്ക് മുറിച്ച് ആദ്യത്തെ പീസ് എടുത്ത് തങ്കത്തിന് നേരെ നീട്ടുവാ. അന്നേരം തങ്കം പറഞ്ഞേ, അച്ഛനോടുക്ക്. അങ്ങനെ കൃഷ്ണ അച്ഛനെ നേരെ നീട്ടുമ്പോൾ ശ്രീനിവാസ് പറയുന്നുണ്ട്,
മോളുടെ ശീലങ്ങളൊന്നും തെറ്റിക്കേണ്ട, പണ്ടത്തെ പോലെ തന്നെ ശാന്തിക്ക് തന്നെ കൊടുത്താൽ മതി. നിൻ്റെ ജീവിതത്തിൽ ശാന്തിക്ക് തന്നെയാണ് ഏറ്റവും വലിയ സ്ഥാനം. അങ്ങനെ കൃഷ്ണ ആ കേക്ക് അമ്മയുടെ വായിലേക്ക് തന്നെ വെച്ച് കൊടുക്കുക. നമ്മുടെ ശീലങ്ങളൊന്നും മാറ്റണ്ടമ്മേ. അങ്ങനെ കേക്ക് കൊടുത്തതിന് ശേഷം പിന്നീട് ശ്രീനിവാസനും പിന്നെ മോൾക്കുട്ടിക്കും അവർക്ക് എല്ലാവർക്കും കേക്കൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി സന്തോഷത്തോടു കൂടി തന്നെ കൃഷ്ണയുടെ പിറന്നാളൊക്കെ ആഘോഷിക്കുവാണ്. അതേസമയം അവിടെ ഗാഥയാണെങ്കിൽ മമ്മിയെ കെട്ടിപ്പിടിച്ച് ഭയന്ന് വിറച്ചിരിക്കുക. എന്നിട്ട് ഗാഥ പറയണേ, മമ്മി നമുക്കിപ്പോൾ തന്നെ നമ്മുടെ വീട്ടിലേക്ക് പോകാം. എനിക്കിനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പറ്റില്ല. മോള് നീ എന്തൊക്കെയാണ് പറയുന്നത്? പലതവണ നിന്നെ ഞാനിവിടെ എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇനി അങ്ങനെ ചെയ്താൽ അതൊന്നും ഈ വീട്ടുകാർ വെച്ച് പൊറപ്പിക്കില്ല. അവർക്ക് സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ മോളെ. അന്നേരം ഗാഥ പറയണേ, അതുകൊണ്ട് എനിക്കിവിടെ നിൽക്കാൻ പേടിയാ മമ്മി. ഇന്നാണല്ലോ എൻ്റെ പിറന്നാൾ ദിവസം. ഇന്ന് തന്നെയായിരിക്കും ആ നാഗങ്ങൾ എൻ്റെ ജീവനെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ടല്ലേ ഞാൻ മാത്രം ആ നാഗത്തിനെ കണ്ടത്. ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒരു നിമിഷം പോലും സമാധാനത്തോടെ നിൽക്കാൻ പറ്റില്ല മമ്മി. അതല്ല ഞാൻ പറയുന്നത്. മോളെ പറ്റില്ല, നവീൻ ഇനി ഇത് സമ്മതിച്ചു തരില്ല. പലതവണ ഞാൻ നിനക്ക് വേണ്ടി നാണം കെട്ടിട്ടുണ്ട്. ഇനി നീ ഇവിടുന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല മോളെ. അങ്ങനെയാണെങ്കിൽ മമ്മിക്ക് മമ്മിയുടെ മോളെ ജീവനോടെ കാണണമെന്ന് ആഗ്രഹമില്ലേ? മമ്മി എന്നെ കൊണ്ടുപോകാതെ ഇവിടെ തന്നെ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നാളെ കേൾക്കാൻ പോകുന്നത് മമ്മീൻ്റെ മരണ വാർത്തയായിരിക്കും. എന്താ അതാണോ മമ്മിക്ക് കേൾക്കേണ്ടത്? മോളെ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ് മമ്മീനെ ധർമ്മസങ്കടത്തിലാക്കല്ലേ. മമ്മിക്ക് മറ്റെന്തിനേക്കാളും വലുത് നിൻ്റെ ജീവൻ തന്നെയാണ്. ഞാൻ നിന്നെ കൊണ്ടുപോകാം, നവീനോട് സംസാരിക്കാം. ഒരിക്കൽ കൂടി ഈ വീട്ടുകാരുടെ മുമ്പിൽ നാണം കിടാനും എനിക്കൊരു കുഴപ്പമില്ല. എല്ലാം നിനക്ക് വേണ്ടിയിട്ടാണ്. പിന്നീട് കാണിക്കുന്നത് തങ്കം വീടിന് പുറത്ത് ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് സങ്കടത്തോടെ നിൽക്കുവാണ്. അങ്ങനെ കൃഷ്ണയെ ഞാൻ അവളുടെ അച്ഛനെ ഏൽപ്പിച്ചു. അവളുടെ അമ്മ സിത്താരയാണെന്ന് പറയുകയും ചെയ്തു. ഇനിയിപ്പോൾ അവർ അച്ഛനും അമ്മയും മകളും ഒക്കെയായി. ഞാൻ അവരുടെ ജീവിതത്തിൽ ഇനിയൊരു അധികപ്പറ്റാണ്. എനിക്കവിടെ ഒരു സ്ഥാനമില്ലല്ലോ. എവിടേക്കാണെന്ന് വെച്ചാൽ പോകണം എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് ആലോചിച്ച് നിൽക്കുവാണ്. ഈ സമയത്തായിരിക്കോട്ടോ കൃഷ്ണ ബാക്കിലൂടെ വന്ന് തങ്കത്തെ കെട്ടിപ്പിടിക്കുന്നത്. അന്നേരം തങ്കം കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കാണുന്നതും കൃഷ്ണ ചോദിക്കണേ, എന്തു പറ്റി അമ്മ എന്തിനാ കരയുന്നത്? എനിക്ക് മനസ്സിലായി, എനിക്കിപ്പോൾ അച്ഛനെ കിട്ടി. അമ്മയാണെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു. ഇനിയിപ്പോൾ അമ്മയ്ക്ക് എൻ്റെ ജീവിതത്തിൽ എന്ത് സ്ഥാനം അല്ലേ, അതിനെക്കുറിച്ചല്ല ആലോചിക്കുന്നത്. എനിക്ക് ആരൊക്കെ കിട്ടിയാലും ശരി, ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് കണ്ടത് എൻ്റെ ഈ അമ്മേനെയല്ലേ. എനിക്ക് എൻ്റെ അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റാരും എന്തും. ഞാൻ എൻ്റെ അമ്മേനെ വിട്ട് ഒരിക്കലും ഒരിടത്തേക്കും പോവില്ല. എവിടെ പോയാലും എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടാവണം, മനസ്സിലായോ എന്നൊക്കെ പറഞ്ഞ് തങ്കത്തെ ചേർത്ത് പിടിച്ച് തങ്കത്തിന് നെറ്റിയിലും കവളിലും ഒക്കെ കൊടുക്കുവാണ്ടോ. അങ്ങനെ കൃഷ്ണയുടെ വാക്കുകളൊക്കെ കേൾക്കുന്നതും തങ്കത്തിന് ഒത്തിരി സന്തോഷമാകുവാണ്. പിന്നീട് കാണിക്കുന്നത് നവീൻ്റെയും സുമിത്രയുടെ മുമ്പിലേക്ക് ഗാഥയും കൂട്ടി പോകുന്ന സിത്താരനെയാണ്. അന്നേരം സിത്താര പറയണേ, നവീൻ ഞാൻ മോളുടെ മനസ്സിലെ ഭയമൊക്കെ മാറ്റാൻ ഒത്തിരി ശ്രമിച്ചു. പക്ഷെ ഞാൻ കുറേ ശ്രമിച്ചിട്ടും അവളുടെ മനസ്സിൽ നിന്ന് ആ ഭയമൊന്നും അങ്ങ് വിട്ടുമാറുന്നില്ല. അതുകൊണ്ട് തൽക്കാലം ഞാൻ അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയാലോ എന്ന് ആലോചിക്കുന്നത്. അവളും അത് തന്നെയാണ് പറയുന്നത്. അന്നേരം നവീൻ ചോദിക്കണേ, അതിനെന്തിനാ ഇത്ര അനുവാദം ചോദിക്കാൻ നിൽക്കുന്നത്? അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകൂടെ? അതാണല്ലോ ഇവിടെ സ്ഥിരമായിട്ട് നടക്കുന്നത്. നവീൻ ഞാൻ അങ്ങനെയല്ലോ ഉദ്ദേശിച്ചത്. മോളുടെ മാനസികാവസ്ഥ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി അവളുടെ ഭയം മാറ്റാൻ മാഡം ഒന്ന് നിർത്തുന്നുണ്ടോ? കുറേ നാളായല്ലോ ഇത് തന്നെ പറയുന്നത്. ഇവിടെ ഒരു നാഗശാപം ഉണ്ടെന്നും പറഞ്ഞ് അതിൻ്റെ പേരിൽ മുതലെടുക്കാൻ തുടങ്ങിയിട്ട് നാൾ കുറേയായി. അന്നേരം ഗാഥ ചോദിക്കണേ, എന്ത് മുതലെടുത്തു എന്നാണ് പറയുന്നത്? അപ്പോൾ നാഗത്തിനെ കണ്ടു എന്നൊക്കെ പറയുന്നത് കള്ളോണെന്നാണോ നവീൻ ഇപ്പോൾ വിശ്വസിക്കുന്നത്? മുമ്പൊരിക്കൽ ഞാൻ മാത്രമല്ലല്ലോ നവീനും കണ്ടതല്ല നാഗത്തെ, അപ്പോൾ വിശ്വസിച്ചതാണല്ലോ. ഇപ്പോൾ പിന്നെ ഞാൻ കണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ വിശ്വസിച്ചാൽ? അന്നേരം നവീൻ പറയണേ, ഗാഥ താൻ ഇതുപോലെയുള്ള സംസാരം നിർത്തും. തന്നെ ഈ ഭയം മാറ്റാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു. ഡോക്ടറെ കാണാൻ പോകാമെന്ന് പറഞ്ഞു, എന്നാൽ അത് തനിക്കിഷ്ടമല്ല. മരുന്ന് കഴിക്കാൻ പറഞ്ഞു, എന്നാൽ മരുന്ന് കഴിക്കാനും പറ്റില്ല. കുറച്ച് നാൾ മരുന്ന് കഴിച്ചതാ, പിന്നീട് നിർത്തിയില്ലേ, അതുകൊണ്ടായിരിക്കും വീണ്ടും ഇത്തരം തോന്നുന്നത്. അന്നേരം ഗാഥ പറയണേ, എനിക്ക് മരുന്ന് കഴിക്കാനേ ഇപ്പോൾ സൗകര്യമില്ല. എനിക്ക് അങ്ങനെ പറയത്തക്ക ഒരു അസുഖമില്ല. പിന്നെ ഞാനെന്തിനാ മരുന്ന് കഴിക്കുന്നത്? ഞാൻ പറയുന്നതൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊന്നും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. അതെൻ്റെ കുഴപ്പമില്ല, നിങ്ങളുടെ കുടുംബത്തിൻ്റെ കുഴപ്പമാണ്. ഗാഥ നീ ഒന്നും മിണ്ടാതിരിക്കേ എന്ന് പറഞ്ഞ് ഗാഥനെ അടക്കി നിർത്താൻ ശ്രമിക്കുവാണ്ടോ സിത്താര. ഈ സമയം സുമിത്ര പറയുന്നുണ്ട്, മോനെ ഗാഥമ്മളുടെ മനസ്സ് ശരിയായിട്ടില്ലെങ്കിൽ അവൾ സിത്താരയുടെ ഒപ്പം അവിടെ നിൽക്കുന്നത് തന്നെയല്ലേ നല്ലത്. അവളെ നോക്കിയാവട്ടെ. അന്നേരം നവീൻ പറയണേ, എന്താണെന്ന് വെച്ചാൽ ചെയ്, എങ്ങോട്ടാന്ന് വെച്ചാൽ കൊണ്ടുപോകും. ഇതുപോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വന്ന് ഇവിടെ ബാക്കിയുള്ളവരുടെ സമാധാനം കൂടി നശിപ്പിക്കരുത്. ആ ഒരു റിക്വസ്റ്റ് മാത്രമേ എനിക്കുള്ളൂ. അങ്ങനെ പറഞ്ഞ നവീൻ ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകുവാണ്ടോ. ഈ സമയം നവീൻ്റെ വാക്കുകളൊക്കെ കേട്ട് സിത്താരാകെ ടെൻഷനാകുക. നവീൻ അന്നേരം സുമിത്ര പറയണേ, ഞാനെന്ത് ചെയ്യാനാ സിത്താരെ? അവൻ്റെ മനസ്സ് ആകെ തളർന്നിരിക്കുമല്ലേ. അവൻ്റെ മാനസികാവസ്ഥയും കൂടി നമ്മൾ മനസ്സിലാക്കണ്ടേ. എനിക്ക് അവനോട് പറയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. എന്താണെങ്കിലും സിത്താര ഗാഥമോളെ ഇപ്പോൾ കൂട്ടിക്കൊണ്ടു പോകും. പക്ഷേ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ ഗാഥ ഒരിക്കലും തിരിച്ച് വീട്ടിലേക്ക് വരില്ല എന്നുള്ള ഒരു ഉറപ്പുണ്ടെങ്കിൽ മാത്രം സിത്താര ഗാഥ ഇങ്ങോട്ടേക്ക് വിട്ടാൽ മതി. അങ്ങനെ പറഞ്ഞ് സുമിത്രയും അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കൃഷ്ണയുടെ വീടാണ് കേട്ടോ. അവിടെ ശ്രീനിവാസന് വേണ്ടിയിട്ട് ഭക്ഷണമെല്ലാം ഒരുക്കി അതെല്ലാം ശ്രീനിവാസന് വിളമ്പി കൊടുക്കുവാൻ കേട്ടോ കൃഷ്ണ. അന്നേരം മോൾക്കുട്ടി പറയണേ, അതെ പിറന്നാൾക്കാർ ഇങ്ങനെ ജോലിയൊന്നും എടുക്കാൻ പാടില്ല, വന്നേ ഇവിടെ അച്ഛൻ്റെ അരികെ വന്നിരിക്കും.
അച്ഛൻ്റെ അമ്മയുടെ വരുന്ന് ഭക്ഷണം കഴിക്കുക, ഞങ്ങളെ കാഴ്ച ഒന്ന് കാണട്ടെ. അങ്ങനെ കൃഷ്ണയെ പിടിച്ച് ശ്രീനിവാസിൻ്റെ അരികെ പിടിച്ചിരുത്തുവാണ് കേട്ടോ. അങ്ങനെ ആ കാഴ്ചയെല്ലാം കണ്ട് സന്തോഷത്തോടെ ഇതെല്ലാം നോക്കി നിൽക്കുന്ന തങ്കത്തെയാണ് എപ്പിസോഡിൽ കാണിക്കുന്നത്. അങ്ങനെ ആ ഒരു സീനൊക്കെ കാണിച്ച് എപ്പിസോഡ് തീരുവാണ് കേട്ടോ. പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് തങ്കം സിത്താരയെക്കുറിച്ച് പറയുവാണ്. സിത്താരയെ കാണാൻ പോകണമെന്നും സിത്താരയോട് സംസാരിക്കണമെന്നും മനസ്സ് തുറന്ന് എല്ലാ കാര്യങ്ങളും പറയണമെന്നൊക്കെ തങ്കം ശ്രീനിവാസനോട് പറയാനാണ്. അന്നേരം ശ്രീനിവാസ് പൊട്ടിത്തെറിക്കണേ, എന്തിനാണ് ഞാൻ അവളെ കാണാൻ പോകുന്നത്? സിത്താരക്കിനി എൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥാനവും ഇല്ല. ഞാൻ ജയിലിലായ സമയത്ത് മറ്റൊരു പുരുഷൻ്റെ താലിക്ക് തല കുരിച്ചു കൊടുത്ത അവളെ ഞാൻ എന്തിനാണ് എനിക്ക് കാത്തിരിക്കേണ്ടത്? ഞാൻ എന്തിനാണ് പോയി സംസാരിക്കേണ്ടത്? അതിൻ്റെ ഒരാവശ്യമില്ല. ഇപ്പോൾ അവൾ മറ്റാരുടെയോ ഭാര്യയാണ്, അയാളുടെ കുഞ്ഞിൻ്റെ അമ്മയാണ്. എൻ്റെ ജീവിതത്തിൽ ഇനി സിത്താരക്ക് ഒരു സ്ഥാനമില്ല. എനിക്കിനി എൻ്റെ ഈ മോള് മാത്രം മതി, എൻ്റെ കൃഷ്ണമോള് മാത്രം മതി എനിക്ക്. അങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന ശ്രീനിവാസനെയാണ് കേട്ടോ പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്